നമസ്കാരം, ഞാൻ അഖിൽ. ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നടന്ന കൊല്ലം ജില്ല, കണ്ണൂർ ജില്ല എന്നീ ജില്ലകളിലായിട്ട് നടന്ന പരീക്ഷയിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നോക്കാം. ഒരു ചതുർഭുജത്തിൻ്റെ ആദ്യ ചോദ്യമാണ്. ഒരു ചതുർഭുജത്തിൻ്റെ കോണുകൾ 1:2:3:4 ആയാൽ വലിയ കോണിൻ്റെ അളവ് എത്ര എന്നതാണ് ചോദ്യം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശമുള്ള രൂപത്തിനെയാണ് ചതുർഭുജം എന്ന് പറയുന്നത്. ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എപ്പോഴും 360 ആയിരിക്കും. അതായത് 4 വശമുള്ള ഒരു രൂപത്തിൻ്റെ കോണുകളുടെ തുക 360 ആയിരിക്കും. അപ്പം റേഷ്യോ 1:2:3:4 എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പല രീതിയിൽ ഇതിനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം യഥാർത്ഥത്തിൽ റേഷ്യോ 1:2:3:4 ആണെങ്കിൽ നമുക്ക് ഓരോ കോണും ഇതിൻ്റെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ്, 2x, ഇതിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3x, ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x എന്നെടുക്കാവുന്നതാണ്, വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് അവരെത്ര എന്ന് പറഞ്ഞേക്കുന്നത്, പറഞ്ഞിട്ടില്ല, നമുക്കറിയാവുന്നത് 360. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടാം. x അധികം 2x അധികം 3x അധികം 4x എന്നുള്ളതാണ് 360. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 4x 3x കൂടെ കൂട്ടിയ 7x 2x 9x ഇത് 1x ആണ്, 1x കൂടെ കൂട്ടിയ 10x. അപ്പോൾ 10x ആണ് 360. അപ്പോൾ x എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 360/10 എത്ര കിട്ടും? 36. ഇപ്പോൾ എക്സിൻ്റെ വില 36. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് വലിയ കോണിൻ്റെ അളവ് എത്രയാണ്. വലിയ കോണെന്ന് പറഞ്ഞാൽ 4x ആണ്, 4x. അപ്പോൾ 4 × എക്സിൻ്റെ വില എത്ര? 36. അപ്പോൾ 4 × 36 6 4 24 4 3 12 14 144 എന്ന് കിട്ടും. എന്നുവെച്ചാൽ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക 360 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതായത് ഇതെല്ലാം കൂടി, ഈ റേഷ്യോ എല്ലാം കൂടെ കൂട്ടുക. കോണുകളുടെ റേഷ്യോ ആണല്ലോ 1:2:3:4 എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ കൂട്ടുക. 4 3 7 7 2 9 1 10. അപ്പോൾ 10 ആണ് യഥാർത്ഥത്തിൽ 360 എന്ന് പറയുന്നത്. സമ്മ് കോണുകളുടെ തുകയാണ് 360. മീൻസ് ഇതെല്ലാം കൂടെ കൂട്ടുക. 10 360 ആയാൽ നമുക്ക് കണ്ടെത്തേണ്ടത് വലിയ കോൺ. അപ്പോൾ വലിയ കോണിൻ്റെ റേഷ്യോ എത്ര? 4 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 10 360 ആണെങ്കിൽ 4 എത്രയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ നോക്ക്, ക്രോസ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 × 360 / 10 0 0 കട്ട് 36 × 4 144. ഓക്കെ, ഇത്രയും സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. 144 ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടർന്നാലോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. അടുത്ത ചോദ്യം. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്രയാണ് ചോദ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സംഖ്യയുടെ 1 കൂട്ടി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ചുമ്മാ അങ്ങ് എടുക്കുവാണ്. 60ൻ്റെ ഒപ്പം 1 കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 61. അതിൻ്റെ വർഗ്ഗമൂലം 61ൻ്റെ വർഗ്ഗമൂലം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? അപ്പോൾ കഴിയാത്തിടത്തോളം കാലം നമുക്ക് തൽക്കാലം ഇത് ഒഴിവാക്കിയിട്ട് അടുത്ത സംഖ്യ നോക്കാം. 70. അടുത്ത ഓപ്ഷൻ ഞാൻ എടുത്ത് 70. 70ൻ്റെ ഒരു സംഖ്യയോട് 1 കൂട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 70നോട് ഞാൻ ജസ്റ്റ് ഒരു 1 കൂട്ടി. 70നോടൊപ്പം 1 കൂട്ടി 71. എന്നിട്ട് അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം നമുക്ക് അറിഞ്ഞൂടാ. 71ൻ്റെ വർഗ്ഗമൂലം നമുക്ക് എടുക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അറിയാത്തത് എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? അവിടെ ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത് നമ്മൾ 80 എടുക്കുന്നത്. 80നോടൊപ്പം 1 കൂട്ടി. ചോദ്യത്തിനകത്ത് പറഞ്ഞേക്കോ ഒരു സംഖ്യ. ഞാനിപ്പോൾ തൽക്കാലം ഓപ്ഷൻ ബി എടുത്ത് ഇതും കളഞ്ഞിട്ട് പോയതാണേ. 80 എടുത്ത് ആ സംഖ്യയോട് 1 കൂട്ടി. അപ്പോൾ 80നോടൊപ്പം 1 കൂട്ടി എത്ര കിട്ടും? 81. അതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ, അപ്പോൾ 81ൻ്റെ വർഗ്ഗമൂലം എത്ര? അത് നമുക്ക് എഴുതാൻ പറ്റും. 81ൻ്റെ വർഗ്ഗമൂലം എത്ര? 9. ഓക്കെ, വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം. അപ്പോൾ ആ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം, അപ്പോൾ ഇതിൻ്റെ വർഗ്ഗമൂലം നമുക്ക് എഴുതാൻ പറ്റും. ആ വർഗ്ഗമൂലം ഇതിൻ്റെ 9ൻ്റെ വർഗ്ഗമൂലം എത്ര? 3. 3 ആയാൽ സംഖ്യ എത്ര? 80 അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി 80. ക്ലിയർ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓപ്ഷൻ എടുക്കുക, ചുമ്മാ അങ്ങ് ചെയ്യുക, വേറെ ഒന്നുമില്ല. അപ്പോൾ സി ആണ് നമ്മുടെ ഉത്തരം. ഒരു സംഖ്യ അതിനോടൊപ്പം 1 കൂട്ടി, അപ്പോൾ നമുക്ക് 81 കിട്ടുന്നു. ആ 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ, അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം എടുക്കേണ്ടി വരും. 81ൻ്റെ വർഗ്ഗമൂലം 9 ആണെന്ന് നമുക്കറിയാം. ആ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം, അതിൻ്റെ വർഗ്ഗമൂലം വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ 9ൻ്റെ വർഗ്ഗമൂലം എടുത്താൽ 3. അത് 3 ആണെന്ന് ചോദ്യം പറയുന്നു. അപ്പോൾ 3 വരണമെങ്കിൽ ഇവിടെ ആരെ എടുക്കണം? 80 എടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എക്സ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഒരു സംഖ്യ ഞാൻ തൽക്കാലം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഒരു സംഖ്യ ഞാൻ തൽക്കാലം എക്സ് എന്ന് വിളിക്കുന്നു.
ആ സംഖ്യയോട് 1 കൂട്ടി അതിൻ്റെ 1 കൂട്ടി അതിൻ്റെ വർഗ്ഗമൂലം. അപ്പോൾ അതിൻ്റെ വർഗ്ഗമൂലം എടുത്ത് റൂട്ട് വർഗ്ഗമൂലത്തിൻ്റെ വീണ്ടും വർഗ്ഗമൂലം. അപ്പോൾ ഒരു സംഖ്യയുടെ 1 കൂട്ടി അതിൻ്റെ വർഗ്ഗമൂലം എടുത്ത് പിന്നെ അതിൻ്റെ വർഗ്ഗമൂലം എടുത്ത് വീണ്ടും ഒരു വർഗ്ഗമൂലം എടുത്ത് വീണ്ടും ഒരു റൂട്ട് എടുത്ത് അപ്പോൾ നമുക്ക് 3 കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ റൂട്ട് കളയാൻ എന്ത് ചെയ്യണം? അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഈ റൂട്ട് കളയാൻ വേണ്ടി നിങ്ങൾ റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ റൂട്ട് എക്സ് എന്ന് പറയുന്നത് 5 ആയാൽ ഈ റൂട്ട് കളയാൻ റൈറ്റ് സൈഡ് അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യാൻ നേരത്ത് ഈ റൂട്ട് അങ്ങ് പോകും. അപ്പോൾ എക്സ് ഈക്വൽ 5ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം, മീൻസ് 25 നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ റൂട്ട് കളയാൻ വേണ്ടി ഇവിടെ അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഈ റൂട്ട് പോയേ, അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് എക്സ് പ്ലസ് 1 ഈ അകത്ത് കിടക്കുന്ന സാധനം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് 9 എന്ന് വരും. പിന്നെ വീണ്ടും ഒന്നുകൂടെ സ്ക്വയർ ചെയ്താൽ ഈ റൂട്ട് കൂടെ പോകും. അപ്പോൾ ഈ റൂട്ട് നമുക്കൊന്ന് കളയണം. അപ്പോൾ അപ്പുറത്ത് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ 9ൻ്റെ സ്ക്വയർ എത്ര? 81. നമ്മുടെ ലക്ഷ്യം എക്സ് അല്ലേ, നമ്മൾ സംഖ്യയായ എക്സ് എന്ന് വിളിച്ചേക്കുന്നത്. നമ്മുടെ സംഖ്യയാണ് നമ്മൾ തൽക്കാലം എക്സ് എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ ആ എക്സ് കണ്ടെത്താൻ 1 അങ്ങ് അപ്പുറത്തുകൊണ്ട് പോയി കുറച്ചാൽ പോരെ. 81 - 1 80. ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കണം, ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം നമുക്കൊന്ന് നോക്കാം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/3 പൈ r²h ആണ്. ഇതിനകത്ത് 6h ആണ് മാറ്റം സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 6h എടുക്കുക. 6ൻ്റെ h പാർട്ട് എന്ന് പറഞ്ഞാൽ r²h അല്ലേ. അപ്പോൾ ഇതിനകത്തോട്ട് അത് എത്ര മടങ്ങാവുന്നോ അത് ഇട്ട് കൊടുത്താൽ മതിയാവും. അതായത് ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങ്. അപ്പോൾ ആരം 2 മടങ്ങ്. അപ്പോൾ 6ൻ്റെ സ്ഥാനത്തോട്ട് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഉന്നതിയാണ്. ഉന്നതി അതായത് ആരം 2 മടങ്ങ്. അപ്പോൾ റേഡിയസ് 2 എന്ന് നിങ്ങളൊന്ന് എടുക്കുക. ഉന്നതി 3 മടങ്ങ്. h എന്ന് പറയുന്നത് 3 ആയിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ h 3. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 2ൻ്റെ സ്ക്വയർ 4 × 3. അതായത് നമ്മുടെ വ്യാപ്തം 12 മടങ്ങാവും. 12 മടങ്ങ്. മനസ്സിലായോ? നിലവിൽ നിങ്ങൾക്ക് ആരവും എച്ചും റേഡിയസും എച്ചും ഒക്കെ എത്ര വർദ്ധിക്കുന്നോ എത്ര മടങ്ങാകുന്നോ ആ നമ്പർ ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അതായിരിക്കും നമ്മുടെ വ്യാപ്തത്തിനുണ്ടാകുന്ന വ്യതിയാനം. അപ്പോൾ 12 കിട്ടി. നമ്മുടെ ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ചിത്രത്തിൽ ചാപം ACB ഇങ്ങനെ ഒരു ആർക്കിട്ട അല്ല ഇങ്ങനെ ഒരു സിമ്പിളിട്ട ചാപം എന്ന് വായിക്കണം കേട്ടോ. ചാപ് ACB. ഇതാ ചാപ് ACB. ചാപ് ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ ആംഗിൾ ACB യുടെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. ആംഗിൾ ACB ചാപ് ACB 60 ആയാൽ ആംഗിൾ ACB എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചാപ് ACB എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അളവ് ചാപ് ACBയുടെ അളവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഒരു ആംഗിളാണ് കേട്ടോ. ചുമ്മാ നിങ്ങൾക്ക് ഒരു ചാപം ഇപ്പോൾ ACB എന്ന് പറയുന്ന ചാപം ഇതാണ്. ഈ ചാപം ഇത് A, ഇവിടെ C, ഇത് B. ഈ ചാപത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ കോണിനെയാണ്. ഈ കോണ് ഇതിനെയാണ് അത് 260 എന്ന് പറയുന്നത്. 260. അപ്പോൾ ഈ ചാപം നോക്ക്. ഈ ചാപം അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ഇതാണ്. അപ്പം ഈ ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 വരും. 360. അപ്പോൾ 260 ആൾറെഡി ഇവിടെ കിടക്കുക. അപ്പോൾ ബാക്കി 100 ഇവിടെ കിടക്കത്തില്ലേ? 360 നിന്ന് 260 പോയാൽ എത്ര? 001 100 ഇവിടെ ആയിരിക്കും. അതായത് ഈ ചാപത്തിൻ്റെ ആംഗിളും ഈ ചാപത്തിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ. കേന്ദ്രകോൺ എന്ന യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ACB എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണും APB എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണൂടെ ചേർന്ന ഫുൾ സർക്കിളാവും. അപ്പോൾ അത് 360 ആവും. അപ്പം ACB എന്ന് പറയുന്ന ചാപത്തിൻ്റെ അളവ് 260 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മറുചാപത്തിൻ്റെ അളവ് എത്ര ആയിരിക്കും? 360 ബാക്കി 100. അപ്പോൾ ഈ കോൺ 100 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ മുമ്പ് ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നതൊക്കെ ചോദ്യമാണ് കേട്ടോ. ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ ഇത് കാണാൻ മനസ്സിലാവുന്നതായിരിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉത്തരം എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ APB എന്ന് പറയുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് 100. അപ്പോൾ ഇതേ APB എന്ന് പറയുന്ന ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയേക്കുന്ന കോണാണ് ഇതെന്ന് പറയുന്നത്. എപ്പോഴും ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഫോം ചെയ്യിപ്പിക്കുന്നത് 50. ഓക്കെ, ഈ APB എന്ന് പറയുന്ന ചാപം അതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ 100 ആണ്. ക്ലിയർ അല്ലേ? ഈ 100 എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേ ചാപം അതിൻ്റെ മറുചാപത്തിലോട്ട് ഉണ്ടാക്കുന്ന കോൺ ഇതിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, പകുതി. അപ്പോൾ 50 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഇവിടുത്തെ ഓപ്ഷൻ ബി 50 ആണേ. ഒരു കാര്യം ചുമ്മാ എന്ന് പറഞ്ഞോട്ടെ വെറുതെ. ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൽ AB എന്ന് പറയുന്ന ചാപം ഞാൻ എടുക്കുന്നു. AB
അതിനെ കേന്ദ്രത്തിലോട്ട് ജോയിൻ ചെയ്യപ്പോഴാണ് ആ ചാപത്തിൻ്റെ കോണളവ് കിട്ടുന്നത്. അതൊരു 100 ആണെങ്കിൽ ആ ചാപം അതിൻ്റെ മറുചാപം ഉണ്ടല്ലോ, ഈ മറുചാപത്തിനകത്തോട്ട് ഉണ്ടാക്കി വെക്കുന്ന കോണെന്ന് പറയുന്നത് ഈ 100ൻ്റെ പകുതി ആയിരിക്കും 50. മനസ്സിലായോ? 50. ഈ 100 എങ്ങനെ കിട്ടിയത് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 260 പറയുന്നു. അപ്പോൾ ഈ ചാപത്തിൻ്റെ എത്ര ആയിരിക്കും? ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് ഈ ചാപത്തിൻ്റെ APB എന്ന് പറയുന്ന ഈ ചാപത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണാണ് ഇതെന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇങ്ങോട്ടുള്ളത് 260 ഇത് 100 ആയിരിക്കും. കാരണം 260 100 ചേർപ്പോഴാണ് 360 ആവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി നമ്മുടെ ഉത്തരവായി തീരുന്നതാണ്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദ്യം. നിങ്ങളെപ്പോഴും ആലോചിക്കണം, ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിന് എത്ര വശമുണ്ടെന്ന് പറഞ്ഞാലും ഒരു ബഹുഭുജം എന്ന് പറഞ്ഞാൽ വശങ്ങൾ 3 അതിലധികമോ ഉള്ള രൂപത്തിനാണ് ബഹുഭുജം എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു വശം എക്സ്റ്റെൻഡ് ചെയ്യുമ്പം പുറത്തോട്ട് വരുന്ന ആംഗിളാണ് അതിൻ്റെ പുറംകോൺ എന്നറിയപ്പെടുന്നത്. പുറംകോണുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 360 ആയിരിക്കും. എത്ര വശം ഉണ്ടെങ്കിലും പുറംകോണുകളുടെ തുക 360 ആയിരിക്കും. ഈ 360 അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെന്നാണ് പറയുന്നത്. ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എല്ലായ്പ്പോഴും 360. അതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. പക്ഷേ അകക്കോൺ മാറും. വശങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അകക്കോണുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അകക്കോണുകളുടെ തുക ഞാൻ തൽക്കാലം S എന്ന് വിളിക്കുന്നു. ചുമ്മാ S എന്ന് വിളിച്ച് ഇതിൻ്റെ 2 മടങ്ങാണ് ഈ ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പുറംകോണുകളുടെ തുക എല്ലായ്പ്പോഴും എത്ര? 360. ഓക്കെ, സംഭവം സിമ്പിൾ അല്ലേ? അകക്കോണുകളുടെ തുക ഞാൻ S എന്ന് വിളിച്ച് അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ പുറംകോണുകളുടെ തുക കിട്ടും. പുറംകോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 360. അപ്പോൾ ഈ S എന്ന് പറഞ്ഞാൽ അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 2 അങ്ങ് അപ്പുറത്തോണ്ട് വേണം. 360/2 180. ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 180 ആയാൽ തുകയാ. S എന്ന് പറഞ്ഞാൽ തുക 180 ആയാൽ എന്തിനാ 180 ആവുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ത്രികോണത്തിന്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുകയല്ലേ 180 ആവുന്നത്. അപ്പോൾ ഈ സാധനം ത്രികോണം ആവണ്ടേ? ത്രികോണമാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്നാ ചോദ്യം. ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ത്രികോണത്തിൻ്റെ അകക്കോണുകൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 180. ത്രികോണത്തിൻ്റെ പുറംകോണുകൾ എന്നുവെച്ചാൽ ഈ കോണുകളെല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം അത് 360. 180ൻ്റെ ഇരട്ടിയല്ലേ 360. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ബഹുഭുജത്തിന് എത്ര വശമുണ്ടെന്നാ 3. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? എല്ലാം ബഹുഭുജം തന്നെ. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 × 180 ഓക്കെ, n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. ഇവിടെ 12 വശങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് n 12. അപ്പോൾ n-ൻ്റെ സ്ഥാനത്തോട്ട് 12 ഇട്ടോട്. 12 - 2 × 180. 12ൽ നിന്ന് 2 പോയ എത്ര? 10. 10 × 180 എത്ര കിട്ടും? 1800. സിമ്പിളായ ചോദ്യം. ഓപ്ഷൻ സി 1800. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2, 5, 8 എക്സെട്ര എന്നൊരു ശ്രേണി പോകുന്നത്. ഇതിൻ്റെ എത്രാമത്തെയോ പദം അതിൻ്റെ വർഗ്ഗമാണ് 2500. നമുക്കറിയാം ഈ 2500 ആരുടെ വർഗ്ഗമാണ്? ആരുടെ വർഗ്ഗമാണ് 2500? 50ൻ്റെ വർഗ്ഗമല്ലേ. അപ്പോൾ 50ൻ്റെ സ്ക്വയറാണ് 2500. അപ്പോൾ 50ൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ ഇങ്ങനെ എഴുതി പോയപ്പോൾ എത്രാമത്തെയോ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ എത്രാമത്തെയോ പദം 50 ആയാലല്ലേ പറ്റത്തുള്ളൂ. എന്നാലല്ലേ എത്രാമത്തെയോ പദം 50 അതിൻ്റെ വർഗ്ഗമാണ് 2500 എന്നാണ് പറഞ്ഞേക്കുന്നത്. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെയോ ഒരു പദം അതിൻ്റെ വർഗ്ഗമാണ് 2500 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2500 എന്തിൻ്റെ വർഗ്ഗമാണ് നമുക്കറിയാം, 50ൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ 2, 5, 8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 50 എന്ന് നോക്കിയാൽ മതി. 50 ശരിയല്ലേ? ഇങ്ങനെ പോകുമ്പോൾ 50 കിട്ടി. അപ്പോൾ 50ൻ്റെ എത്രാമത്തെ ഒരു പദമാണ് ഈ 50? ചിലപ്പോൾ 14 ആവാം, ചിലപ്പോൾ 15 ആവാം, ചിലപ്പോൾ 16 ആവാം, ചിലപ്പോൾ 17 ആവാം. അപ്പോൾ അതിൻ്റെ വർഗ്ഗമാണ് 2500. അപ്പോൾ ഈ 50 എത്രാമത്തെ പദമാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ പദങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ? അവസാന പദം
മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇതാ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. സമാന്തര ശ്രേണിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇതാ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ അവസാന പദം ആര്? 50. മൈനസ് ആദ്യ പദം ആര്? 2 ബൈ പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര വെച്ചാൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്? 3. ഇത് 3 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണേ. നിങ്ങളിങ്ങനെ കൂട്ടി പോയാൽ 50 എത്രാമതാ വരുന്നതെന്ന് കണ്ടെത്താൻ കുറച്ച് എഴുതിയാൽ മതി, കിട്ടും. ഈ ഇക്വേഷൻ അറിയണമെന്നില്ല. അപ്പം 3 പൊതുവ്യത്യാസം എത്ര? 3 പ്ലസ് 1. 50 നിന്ന് 2 പോയാൽ 48. 48 ബൈ 3 പ്ലസ് 1. 48 ബൈ 3 എത്ര? 16 അല്ലേ? 16 പ്ലസ് 1. 16 പ്ലസ് 1 എത്ര വരും? 17. ശരിയല്ലേ? 16 പ്ലസ് 1. 48 ബൈ 3 16 പ്ലസ് 1 17 എന്ന് ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ എഴുതി പോകുമ്പോൾ എത്രാമത്തെ ഒരു പദമാണ്, അതിൻ്റെ വർഗ്ഗമാണ് 2500 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 എത്രാമത്തെ പദമാണെന്ന് അന്വേഷിക്കേണ്ടത്. നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. 2, 5, 8 ഇങ്ങനെ അങ്ങ് എഴുതി പോയാലും മതി. കാരണം 50-ലെത്താൻ വലിയ ദൂരമൊന്നുമില്ല. ശരിയല്ലേ? 2, 5, 8. 8 3 11. 11 3 14. 14 3 17. 17 3 20. ബാക്കി താഴോട്ട് എഴുതാം. 23, 26, 29. ബാക്കി പറഞ്ഞാ 32, 35. താഴോട്ട് എഴുതുന്നു. 35 കഴിഞ്ഞാൽ പിന്നെ ഒരു 38, 41, 44, 47, 50. അങ്ങനെ എഴുതി പോകുമ്പോൾ എത്രാമത്തെ ഒരു പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എത്രയോ പോയി. 50ൻ്റെ വർഗ്ഗമാണ് 2500. ഇത് എത്രാമത്തെ പദമെന്ന് എണ്ണി നോക്കിയാൽ പോരെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഇത്രയേ ഉള്ളൂ. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പലിശ എത്ര? അതാണ് ചോദ്യം. ഓക്കെ. ഇത് കണ്ടെത്താൻ നിങ്ങൾക്കറിയാം. കൂട്ടുപലിശ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 1 to 1, 1 3 3 1 അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പഠിച്ചു കാണുമല്ലോ. ഈ ട്രയാങ്കിൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 11, 1 1 കൂട്ടിയ 2, അപ്പുറം ഇപ്പുറം 1 എഴുതുക. 1 2 കൂട്ടിയ 3, 2 1 കൂട്ടിയ 3, അപ്പുറം ഇപ്പുറം 1 എഴുതുക. 3 1 കൂട്ടിയ 4, 3 3 കൂട്ടിയ 6, 3 1 കൂട്ടിയ 4, അപ്പുറം ഇപ്പുറം 1 എഴുതുക. ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. നിങ്ങളൊരു കൂട്ടുപലിശയിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴും വർഷം എത്രയാണെന്ന് നോക്കുക. 2 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ ഒന്ന് എടുക്കുക. രണ്ടാമത്തെ വരി എടുക്കുക. 1 to 1 എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് 3 വർഷമാണെങ്കിൽ 3ാമത്തെ വരി എടുക്കുക. 4 വർഷമാണെങ്കിൽ 4ാമത്തെ വരി എടുക്കുക. അങ്ങനെ പോവുക. ഓക്കെ. അപ്പോൾ ഇവിടെ 2 വർഷമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ട്രയാങ്കിളിലെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. 1 to 1 എടുക്കുക. 1 to 1. അതിനുശേഷം 25,000-ൻ്റെ ഫസ്റ്റ് വൺ 25,000-ൻ്റെ 8% ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. 2 0 2 0 കട്ട് ചെയ്ത് പോയി. 25 × 8 200 അല്ലേ? 2000 എന്ന് വരും. ഓക്കെ. പിന്നെ 2000-ൻ്റെ 8% കൂടെ കണ്ടുപിടിക്കുക. 2000-ൻ്റെ 8% നിങ്ങൾക്കറിയാം. 8 2 16 160 എന്ന് വരും. എത്ര വർഷമാണോ, വർഷത്തിനാണ് ഇമ്പോർട്ടൻറ്റ്, അത്രയും ടൈംസാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 3 വർഷമാണ്. 3 എണ്ണം കണ്ടുപിടിക്കണമായിരുന്നു. 2 വർഷമായിട്ട് 2 എണ്ണം കണ്ടുപിടിച്ച്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ട്രയാങ്കിളുടെ രണ്ടാമത്തെ വരി എടുക്കുക. 2 വർഷം ആയതുകൊണ്ട് ആണ് രണ്ടാമത്തെ വരി നമ്മൾ എടുക്കുന്നത്. 1 to 1. ഓക്കെ. എടുത്ത് ഇനി നിങ്ങൾ ആദ്യം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച എമൗണ്ട് 25,000 ഒന്നാമത്തെ സംഖ്യയുടെ താഴോട്ട് എഴുതുക. പിന്നെ നിങ്ങളിവിടെ കണ്ടുപിടിച്ച ഓരോന്നും ഓരോ സംഖ്യയുടെ താഴോട്ടും എഴുതുക. എന്നിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കുക. 1 × 25,000 25,000, 2 × 2000 4000, 1 × 160 160. ഇനി നമുക്ക് തിരികെ ലഭിക്കുന്ന തുകയാണ് ചോദ്യമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുക. പക്ഷേ തിരികെ ലഭിക്കുന്ന തുകയല്ല, ശേഷം കിട്ടുന്ന പലിശയാണ് ചോദ്യം. പലിശ. അപ്പോൾ പലിശ കണ്ടെത്താൻ നിങ്ങൾ ആദ്യത്തെ ഒരു എമൗണ്ട് നമ്മുടെ സ്വന്തം 25,000 മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ കൂട്ടുക. 4000 160. അപ്പോൾ 4000 160 കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 4160. ഇതായിരിക്കും 2 വർഷം കഴിഞ്ഞ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പലിശ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. 2 2 സ്ക്വയർ മൈനസ് 1 2 സ്ക്വയർ എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2 2 സ്ക്വയർ. നമുക്കിതിനെ ആദ്യം ഒറ്റ ഫ്രാക്ഷനിലോട്ടൊന്ന് മാറ്റിയാലോ? അതെങ്ങനെ മാറ്റുന്നത്? ആദ്യം ക്രോസ് ചെയ്ത് ഗുണിക്കണം. 2 × 2 4. എന്നിട്ട് മേളിലുള്ള സംഖ്യ കൂട്ടണം. ഈ 2 4 1 5. 5 ബൈ താഴെയുള്ളത് താഴെ തന്നെ ഇട്ടേക്കണം. ഈ മിക്സഡ് ഫ്രാക്ഷനിലെ താഴെയുള്ളത് താഴെ തന്നെ ഇടുക. അതിൻ്റെ സ്ക്വയർ മൈനസ് ഇതും അതേപോലെ മാറ്റാം. 1 എന്ന് പറഞ്ഞാൽ 3 പേര് ഉണ്ടാകും നമുക്കറിയാം. എന്നാലും 1 2 2. എന്നിട്ട് ഈ ഒന്നുകൂടെ കൂട്ടുക. 1 × 2 2. ഈ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 3 ബൈ 2 അതിൻ്റെ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5ൻ്റെ സ്ക്വയർ 25 ബൈ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 3ൻ്റെ സ്ക്വയർ 9 ബൈ 2ൻ്റെ സ്ക്വയർ 4. ഇത് 2ൻ്റെ ഛേദം സെയിമാ. അങ്ങനെ ഒറ്റ ഛേദം എഴുതുക.
എന്നിട്ട് 25 മൈനസ് 9 ചെയ്താൽ മതി. 25 മൈനസ് 9, 25 9 പോയി എത്ര കിട്ടും? 16 അല്ലേ? 16/4. 25 മൈനസ് 9 16, 16/4 എത്ര? 4 ഉത്തരം. അങ്ങനെ സാധനം ഉണ്ടല്ലോ, ഓപ്ഷൻ ബി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പോയാലോ? ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 1 × 2, 2 × 3, 3 × 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് ചോദ്യം. 1 × 2, 2 × 3, 3 × 4 ഇങ്ങനെ പോകുന്ന ശ്രേണി. ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ 10 പദങ്ങൾ എഴുതിയിട്ട് കൂട്ടി വെക്കാം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പമായിട്ടുള്ള വഴി. ഇനി ഇതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് കൂട്ടിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിതാണ് n × n ഇൻ്റെ തൊട്ടടുത്ത സംഖ്യ n+1 ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ n+2/3 ആണ്. ഇതാണ് ഇക്വേഷൻ. n × n+1 × n+2/3. ഇതാണ് ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷൻ വേണമെങ്കിൽ പഠിച്ചു വെക്കാം, നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് 10 പദങ്ങളല്ലേ, എഴുതി അങ്ങ് കൂട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി അടുത്ത n എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് ചോദ്യം. അപ്പോൾ 10 ആണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്, 10. ഓക്കെ, അപ്പോൾ 10 × അടുത്ത തൊട്ടടുത്ത പദമാണ് n+1. 10ൻ്റെ തൊട്ടടുത്തത് 11, അതിൻ്റെ തൊട്ടടുത്തത് അടുത്തത് 12. 10ഉം 11ഉം 12 കൂടെ ഗുണിക്കുക, എന്നിട്ട് അതിനെ എല്ലായ്പ്പോഴും ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ എളുപ്പവഴി. 3ഉം 12 കൂടെ കട്ട് ചെയ്ത് 4, 4 × 11 44, × 10 440. ഓപ്ഷൻ സി. ഓക്കെ, ഇല്ലെങ്കിൽ ഇനി എന്തോ ചെയ്യണ്ടേ? ആദ്യത്തെ 10 പദങ്ങൾ എഴുതി കൂട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1 × 2 ഇതാ ഒന്നാമത്തെ പദം, 2 × 3 ഇതാ രണ്ടാമത്തെ പദം, 3 × 4 മൂന്നാമത്തെ പദം, അടുത്ത പദമോ 4 × 5, അടുത്ത പദമോ 5 × 6, അടുത്ത പദമോ 6 × 7, അടുത്ത പദമോ 7 × 8, അടുത്ത പദമോ 8 × 9, അടുത്ത പദമോ 9 × 10, അടുത്ത പദമോ 10 × 11. ഇപ്പോഴല്ലേ 10 പദങ്ങളായ 1 2 3 4 5 6 7 8 9 10. ഇനി ഇതെല്ലാം കൂടെ എഴുതി ഞാൻ കൂട്ടിക്കാം. 1 × 2 2, 3 2 6, 4 3 12, 5 4 20, 6 5 30, 7 6 42, 8 7 56, 9 8 72, 10 9 90, 110. കൂട്ടിയാലോ? 110ഉം 90 കൂടെ കൂട്ടപ്പോൾ 200. ഇങ്ങോട്ടിരിക്കട്ടെ, 200 പ്ലസ്. ഓക്കെ, ഇനി അടുത്ത 6 2 8, 72 8 എത്ര? 80. ആ 80 എവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത 12ഉം 42 കൂടെ കൂട്ടുമ്പോൾ 36. 36ഉം 56 90. ഓക്കെ, ശരിയല്ലേ? 12ഉം 42 എത്ര? 50 54. 54ഉം 56. അയ്യോ തെറ്റിപ്പോയി. 54ഉം 56ഉം 110. ഓക്കെ, 56ഉം 54. പിന്നെ അടുത്തത് 20ഉം 50 മാത്രം. 20ഉം 50ഉം കൂടെ കൂട്ടി എത്ര? 50. ഇനി ഇത് കൂട്ടിക്കോ. 0 8 5 13 1 14 4 ഇഷ്ടം 1 2 1 3 1 4 440. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഇട്ടാൽ കൂട്ടിയാൽ മതി. പിന്നെ ഞാൻ ഇച്ചിരി അഹങ്കാരം കാണിച്ചെന്ന് മാത്രമാണിത്. സാരമല്ല, ഇവിടെ ഇട്ട് ഇങ്ങനെ കൂട്ടിയെടുത്താൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതായിരുന്നു. എന്നാലും തിരുവനന്തപുരം ജില്ലയെ അപേക്ഷിച്ച് മാത്സിന് ഇച്ചിരി നിലവാരം ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തേക്ക് നിർത്തുവാണ്. വീണ്ടും കാണാം. നന്ദി.